വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം എക്സാമിന് ഷുവറായിട്ടും വരുന്ന ഒരു ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അല്ലേ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഉറപ്പായും എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാർട്ടീഷ്യൻ പ്രൊഡക്ട്സ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അറിയാം ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇതിലുള്ള ചോദ്യം വന്നാൽ എങ്ങനെയാ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്. നിങ്ങളോട് കാണാൻ പറഞ്ഞത് എ ക്രോസ് ബി ആണല്ലേ. അപ്പൊ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന സെറ്റ് ഇവിടെ എഴുതണം. എ എന്ന് പറയുന്ന സെറ്റ് ആരാണ്? 1 2 3 അല്ലേ. ബി എന്ന് പറയുന്ന സെറ്റ് ആരാണ് ഇവിടെ? ബി എന്ന് പറഞ്ഞാൽ 3, 4. ഇത് രണ്ട് സെറ്റുകളാണ്, രണ്ടും റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? എയുടെയും ബിയുടെയും ക്രോസ് പ്രൊഡക്റ്റ് കാണാനായിട്ട് പോവുക. ശ്രദ്ധിക്കണം, ക്രോസ് പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് ഇവിടെയുള്ള ഓരോ എലമെന്റ്സിനെയും, എയിലുള്ള ഓരോ എലമെന്റ്സിനെയും ബിയിലുള്ള എലമെന്റ്സുമായിട്ട് നമ്മൾ പെയർ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുക, എയിലുള്ള ഒന്നാമത്തെ എലമെന്റ് 1 ആണ്. 1നെ നമ്മൾ ഈ എലമെന്റുമായിട്ട് പെയർ ചെയ്തു, 1, 3. അടുത്തതാരാ? 1 തന്നെ 4ഉമായിട്ട് പെയർ ചെയ്തു, കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് 2 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 പേരായിട്ട് പെയർ ചെയ്യണം. 2 എന്ന് പറയുന്ന നമ്പറിനെ പെയർ ചെയ്യുമ്പോൾ 2, 3 എന്ന് വരും, 2, 4 എന്ന് വരും. ഇനി ലാസ്റ്റ് ആരാ ഉള്ളത്? 3 അല്ലേ. അതേപോലെ 3, 3 എന്ന് വരും, 3, 4 എന്ന് വരും. അപ്പൊ ഈ ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും ഇതിന് റിലേറ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും വരും. ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് എന്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ? ഫംഗ്ഷൻസിലോട്ടും റിലേഷൻസിലോട്ടും ഒക്കെ കടക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് കിട്ടി അല്ലേ. എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് കിട്ടി. ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. എയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 3 എലമെന്റ്സ് ആണ്. ബിയിൽ എത്ര എലമെന്റ്സ് ആണ്? 2 എലമെന്റ്സ് ആണ്. സോ എ ക്രോസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി, അല്ലെങ്കിൽ എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. അതായത് 6 എലമെന്റ്സ് ആണ് എ ക്രോസ് ബിയിൽ ഉണ്ടാവുക. നോക്കാം നമുക്ക് 6 ശരിയാണോ എന്ന്. 1 2 3 4 5 6 സെറ്റ്. അപ്പൊ എ ബിയും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എ ക്രോസ് ബി കണ്ടുപിടിക്കാം. എ ക്രോസ് ബി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് റിലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന്റെ കൂടെ തന്നെ മിസ് പറയാം. റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബിയുടെ ഇതൊരു വലിയ സെറ്റ് അല്ലേ, അതിൽ നിന്നും ഒരു പെർട്ടിക്കുലർ റൂള് ഫോളോ ചെയ്യുന്ന എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? റിലേഷൻസ് ഉണ്ടാക്കാം. എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? എത്ര റിലേഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും? റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എ ക്രോസ് ബി എന്ന് പറഞ്ഞൊരു സെറ്റ് കിട്ടിയില്ലേ. ഇതാ ഈ എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടിന്റെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു സെറ്റ് കിട്ടി. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ സെറ്റ്. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ സെറ്റ്. ഇതിന്റെ അകത്ത് നിന്ന് എ ക്രോസ് ബി ആണ് അല്ലെ. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് അല്ലെ, ഇതിന്റെ കുറച്ച് ആൾക്കാരെ മാത്രം ഞാൻ എടുക്കും. ഒരു റിലേഷൻ ഞാൻ ഇവിടെ എഴുതുക. റിലേഷൻ R is equal to, ഞാൻ ഇതിന്റെ അകത്ത് കുറച്ച് സെറ്റ് എടുത്തു. അതായത് 1, 4 പിന്നെ 1, 1, 4 അതേപോലെ തന്നെ 2, 4 അതേപോലെ തന്നെ 3, 4. ഇത് മൂന്നും ഞാൻ എടുത്തു. ഇതൊരു റിലേഷൻ ആണ്. അങ്ങനെ എനിക്ക് ഇതിന്റെ അകത്ത് ഒരുപാട് റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? നമ്പർ ഓഫ് റിലേഷൻസ്. എത്ര റിലേഷൻസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും? അത് വളരെ സിമ്പിൾ ആണ്. എത്ര സബ്സെറ്റുകൾ, എത്ര എലമെന്റ്സ് ഉണ്ടോ, ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട് നമുക്കറിയാം. ഇവിടെ മൊത്തം 6 എലമെന്റ്സ് ആണ്. എത്ര എലമെന്റ്സ് ഉണ്ടോ അത് നമ്മൾ 2ന്റെ പവർ ആക്കി കൊടുത്താൽ മതി. 2⁶ റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2⁶ സബ്സെറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇതേപോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ യുവ ബാച്ചിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതേപോലെ എല്ലാ കോൺസെപ്റ്റും അറിഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ആലോചിക്കണം, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച എ ക്രോസ് ബി ഇല്ലേ, ഇതിൽ എക്സിന്റെ എലമെന്റ്സ് മാത്രമായിട്ട് നമ്മൾ എടുക്കുവാണ്, അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻ എടുത്തു, ആ റിലേഷനിൽ എക്സിന്റെ വാല്യൂസ് മാത്രം എടുക്കുവാണെങ്കിൽ അത് ഡൊമെയിൻ എന്നും, വൈയുടെ വാല്യൂസ് മാത്രം നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനെ റേഞ്ച് എന്നും പറയും.
ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിലേക്കും കൂടെ പോണം? ഫംഗ്ഷൻസിലോട്ടും പോണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫുൾ ചാപ്റ്റർ റിവിഷൻ ആയിട്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വേഗം തന്നെ ജോയിൻ ചെയ്യാം.